നമ്മൾക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ വാസ് പേസ്ട്രീസ്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പേസ്ട്രീസ്. ഓക്കെ, ഇറ്റ്സ് ഐ തിങ്ക് ഇറ്റ്സ് എ ലെങ്തി ക്വസ്റ്റ്യൻ. ഓക്കെ, യാ, ബട്ട് ലെങ്തി ആണെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് ഗോട്ട് ആൻ ഇൻട്രസ്റ്റിംഗ് തിങ്സ് അറൗണ്ട് ഇറ്റ്. So let's start. You got a summer job at a bakery where you are in charge of pastry section. അപ്പം നമുക്കൊരു ബേക്കറിയിൽ സമ്മർ ജോബ് കിട്ടി. നമ്മൾ ഇൻചാർജ്, എന്തിൻ്റെ ഇൻചാർജ്? യു ആർ ദ ഇൻചാർജ് ഓഫ് ദ pastry section. So this is the pastry section. Every day you get n number of pastries at the bakery. അപ്പം n നമ്പർ ഓഫ് പേസ്ട്രീസ്, അതായത് ചിലപ്പോൾ 5 പേസ്ട്രീസ് ആയിരിക്കും, ചിലപ്പോൾ 10, ചിലപ്പോൾ 15, അങ്ങനെ ഇത്ര നമ്പർ ഓഫ് പേസ്ട്രീസ് ആയിരിക്കും കിട്ടുന്നത്. ദർ ഈസ് എ ഹ്യൂജ് ക്യൂ ഓഫ് ബൈയിങ് പേസ്ട്രീസ്. ഓക്കെ, അപ്പം ഇന്ന് കിട്ടിയത് 15 n ഓഫ് പേസ്ട്രീസ് ആണ്. ഹ്യൂജ് ക്യൂ ഉണ്ട്. അപ്പം ഹ്യൂജ് ക്യൂ ഉണ്ട്. ദർ ക്യാൻ ബി മോർ പീപ്പിൾ that you can serve, so some might have to return empty handed. അതായത് 15 പേരിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ചില ആൾക്കാർ എന്ത് ചെയ്യും? റിട്ടേൺ എംപ്റ്റി ഹാൻഡഡ്. യു ആർ സെർവിങ് ഈച്ച് കസ്റ്റമർ വൺ ആഫ്റ്റർ അനദർ. സോ അപ്പം നമുക്ക് ഈ 15 ഉണ്ടെങ്കിലും 1, 2, 3, 4, 5 അങ്ങനെ ഓരോ ആൾക്കാർക്കേ സെർവ് ചെയ്യാൻ പറ്റൂ. ഈച്ച് കസ്റ്റമർ want some number of pastry. ചിലപ്പം ഈ ഫസ്റ്റ് കസ്റ്റമറിന് ഒരു പേസ്ട്രി മതി, പക്ഷേ സെക്കൻഡ് കസ്റ്റമറിന് 3 പേസ്ട്രി വേണം, തേർഡ് കസ്റ്റമറിന് ചിലപ്പം 5 പേസ്ട്രീസ് ആയിരിക്കും വേണ്ടത്. ഓക്കെ, if you can serve that customer, you need to reply with enjoy your dessert. If you cannot serve that customer, say we are all out. The question is clear and easy. അതായത് ക്വസ്റ്റ്യൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, നമ്മളൊരു കടയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇൻ കേസ് you are left with the 3 pastries and customer asks for 4, you can still serve them and so you say enjoy your dessert. 0 pastries. സോ അപ്പം അതായത് നമ്മളൊരു ബേക്കറിയിലാണ് വർക്ക് ചെയ്യുന്നത്, നമുക്ക് നമ്പർ ഓഫ് പേസ്ട്രീസ് ഉണ്ട് ആൻഡ് ലോട്ട്സ് ഓഫ് പീപ്പിൾസ് ഉണ്ട്. ചിലപ്പം ഡെയിലി വരുന്ന പീപ്പിൾസ് ഉണ്ടല്ലോ, അപ്പം പീപ്പിൾസിൻ്റെ ഒരു ക്യൂ തന്നെ ഉണ്ട്. നമുക്ക് എത്ര പീപ്പിൾസ് എന്നറിയില്ല, അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പീപ്പിൾസ്. ആൻഡ് ഫസ്റ്റ് ആൾക്ക് ഒരു പേസ്ട്രി വേണം, 1 വാങ്ങി. സെക്കൻഡ് ആൾക്ക് 3 പേസ്ട്രി വേണം, അപ്പം 3, 1, 4, അപ്പം ബാലൻസ് 11. അടുത്ത ആൾ വരുന്നു, അത്ര നമ്പർ, അങ്ങനെ. അപ്പം ഓരോ ആൾക്കാരും വന്നിട്ട് അവർക്ക് മോർ ദാൻ 1 പേസ്ട്രീസ് വാങ്ങാം. ഓക്കെ, ഇഫ് നമുക്കൊരു അതായത് ഇനി ഇവിടെ പറയുന്ന എക്സാമ്പിൾ, ലാസ്റ്റ് 3 പേസ്ട്രീസ് ആണുള്ളത്, പക്ഷേ ലാസ്റ്റ് ആ കസ്റ്റമർ പറയുന്നു എനിക്ക് 4 പേസ്ട്രീസാണ് വേണ്ടത്. അപ്പം നമുക്ക് ഇല്ല എന്നല്ല പറയേണ്ടത്, നമ്മളെന്താ ഉണ്ട്, ദാറ്റ് ഈസ് വി ഹാവ് ടു സേ, എന്താ സേ ചെയ്യേണ്ടത്? വി ഹാവ് ടു സേ എൻജോയ് യുവർ ഡെസേർട്ട്. അതായത് ഒരെണ്ണമെങ്കിലും കൊടുക്കാൻ വേണം, അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും ഉണ്ടെങ്കിൽ എൻജോയ് യുവർ ഡെസേർട്ട്. ഒന്നും ഇല്ല എങ്കിൽ സോറി വി ആർ ലോസ്റ്റ്. ഇനി ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ the first line has 2 number and representing the number of pastries that you have to begin with you representing number of customers in the queue. Next queue line will have a number PA representing the number of pastries in the ith customer one. Output എന്ന് പറയുന്നത് 1 line for each customer, enjoy your dessert. Okay, that's okay. ഈ ഇൻപുട്ട് എന്ന് പറയുന്നത്, നമ്മൾ ഇൻപുട്ടാണ് നോക്കാൻ പോകുന്നത്. ഇൻപുട്ട് എന്ന് പറയുന്നത് the first line has 2 numbers. First line has 2 numbers, right? ഫസ്റ്റ് ലൈനിൽ 2 നമ്പർ ഉണ്ട്, 15 and 6 numbers. n representing the number of pastries that you have at the beginning. അപ്പം n എന്നുള്ളത്
ബിഗിനിങ്ങിൽ നമുക്കുള്ള പേസ്ട്രീസ്, അതായത് ടോട്ടൽ നമ്പർ ഓഫ് പേസ്ട്രീസ് ആൻഡ് ക്യൂ റെപ്രസെന്റ് ദ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ ക്യൂ. നെക്സ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ ക്യൂ. 15 പേസ്ട്രീസ് ഉണ്ട്, 6 ആൾക്കാരുണ്ട്. 10 പേസ്ട്രീസ് ഉണ്ട്, 4 ആൾക്കാരുണ്ട്. 7 പേസ്ട്രീസ് ഉണ്ട്, 10 ആൾക്കാരുണ്ട്. ഇങ്ങനെ എക്സാമ്പിൾ. നെക്സ്റ്റ് ക്യൂ ലൈൻസ്, ഇനി പറയുന്നത് നെക്സ്റ്റ് ക്യൂ ലൈൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ തൊട്ടുള്ളത്. നെക്സ്റ്റ് ക്യൂ ലൈൻസ് വിൽ ഹാവ് എ നമ്പർ PI represent the number of pastries that ith customer. അപ്പം 6 കസ്റ്റമേഴ്സ് ആണുള്ളത്. 6 കസ്റ്റമേഴ്സ് ആണുള്ളത്. അതിൽ മൂന്നാമത്തെ കസ്റ്റമർ, ഒന്നാമത്തെ കസ്റ്റമറിന് 3 എണ്ണം വേണം, രണ്ടാമത്തെ കസ്റ്റമറിന് 2 എണ്ണം വേണം, മൂന്നാമത്തെ കസ്റ്റമറിന് 7, നാലാമത്തെ കസ്റ്റമറിന് 4, 5, 2, ആറാമത്തെ കസ്റ്റമറിന് 1 പേസ്ട്രി വേണം. അപ്പം ഇതിൽ നിന്ന് എവിടെ വെച്ചിട്ടാണെങ്കിലും പേസ്ട്രീസ് എന്ത് ചെയ്യാം, തീർന്നു പോകാം. അപ്പൊ ഇതെങ്ങനെ നമ്മൾ ലോജിക്കലി ഇതിനെ എങ്ങനെ നോക്കും എന്ന് പറഞ്ഞാൽ, അപ്പൊ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് പേസ്ട്രീസ് ഉണ്ട്. ഓക്കെ, ഇനി എത്ര വട്ടം പോകണം എന്നുള്ളത്, എത്ര ആൾക്കാരുണ്ടെന്ന് പറയാം. അപ്പൊ റേഞ്ച് നമുക്ക് 6 ഉണ്ടെന്ന് പറയാം. അതായത് 6 വട്ടം ലൂപ്പിലേക്ക് പോകണം. ഒന്നാമത്തെ കസ്റ്റമറിന് 3 പേസ്ട്രി വേണം. അപ്പം നമ്മൾ ടോട്ടലിൽ നിന്ന് നോക്കണം. അപ്പം ബാലൻസ് എത്രയുണ്ട്? ബാലൻസ് ഒരു 12. അപ്പം അത് നമുക്ക് എവിടെയെങ്കിലും സേവ് ചെയ്യണം. അപ്പം ബാലൻസ് എന്ന് പറയുന്നത് 12. അടുത്ത കസ്റ്റമർ, രണ്ടാമത്തെ കസ്റ്റമറിന് എത്രയുണ്ട്? വേണം 2. അപ്പം ഈ ബാലൻസിൽ നിന്ന് കുറയ്ക്കണം. അപ്പം നമുക്കിവിടെ എപ്പോഴും ഒരു ബാലൻസ് എന്ന് പറയുന്നതായിരിക്കണം എന്ത് ചെയ്യാം, ബാലൻസ് എന്ന് പറയുന്നതായിരിക്കും നോക്കാം. ഫോർ എൻ എക്സാമ്പിൾ, ഇപ്പൊ നമുക്ക് ബാലൻസ് എന്ന് പറയുന്നത് 15 പേസ്ട്രീസ് ആണ് ഉള്ളത്. ഇനി ഫോർ ഐ ഇൻ റേഞ്ച് എന്നില് ബാലൻസ് എന്ന് പറഞ്ഞാൽ 15 എണ്ണം ഉണ്ട്. ഞാനിപ്പം ഒന്നാമത്തെ ആളുടെ കാര്യമാണ് പറയണത്. ഒന്നാമത്തെ ആൾ എന്താ ചെയ്യുന്നത്? ബാലൻസ് മൈനസ് 3, അതായത് 15-ന് 3. രണ്ടാമത്തെ ആളെന്താ, അപ്പം എന്നിട്ട് ബാലൻസ് എന്ന് പറയുന്നത് എന്താ? -3. അപ്പം ബാലൻസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്യണം. അതായത് ബാലൻസ് എന്ന് പറയുന്നത് എന്താ? ഉള്ള ബാലൻസ് -3. ഓക്കെ, രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ എന്താ? ഓക്കെ, ഈ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ബാലൻസ് നമുക്കുണ്ട്. ഈ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യത്തേല് വരാം, രണ്ടാമത്തേല്, മൂന്നാമത്തേല്, നാലാമത്തേതില്, അഞ്ചാമത്തേതില്, 6. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ഇൻപുട്ട് വാങ്ങാം. ഇതെന്താ? നമ്പർ ഓഫ് നീഡഡ് പേസ്ട്രീസ്, സ്പെല്ലിംഗ് TRAES. അപ്പം നമ്പർ ഓഫ് നീഡഡ് പേസ്ട്രീസ് എന്ന് പറയുന്നത് ലൈൻ ബൈ ലൈനിലാണ് കിടക്കുന്നത്. അപ്പം ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമ്പർ ഓഫ് നീഡഡ് പേസ്ട്രീസ് കിട്ടും. അതായത് നമ്മൾ ഈ ലൈൻ എന്താ ചെയ്യുന്നത്? 6 വട്ടം ഈ ലൂപ്പ് ചെയ്യിപ്പിക്കും. ഒന്നാമത്തെ ലൂപ്പിൽ 3 എടുക്കും. അപ്പം നമ്പർ ഓഫ് നീഡഡ് പേസ്ട്രീസ് എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് നീഡഡ് പേസ്ട്രീസ് എന്ന് പറയുന്നത് ആദ്യത്തിൽ 3 ആവും. അപ്പൊ ഈ 3-ന് പകരം ബാലൻസ് 3-ന് പകരം ചേർക്കുന്നു. അപ്പം ബാലൻസ് എന്ന് പറഞ്ഞാൽ ഉള്ള ബാലൻസ് മൈനസ് നമ്പർ ഓഫ് പേസ്ട്രീസ് ആയേ ബാലൻസ് നമ്പർ ഓഫ് പേസ്ട്രീസ്. ഇനി ആൻഡ് ഇഫ് പേസ്ട്രീസ് എപ്പോഴും, അതായത് നമുക്ക് 2 കാര്യങ്ങളാണ് പ്രിന്റ് ചെയ്യിപ്പിക്കേണ്ടത്. അതായത് ഒന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കേണ്ടത് എൻജോയ് യുവർ ഡെസേർട്ടും, രണ്ടാമത് പ്രിന്റ് ചെയ്യിപ്പിക്കേണ്ടത് ഓൾ ഔട്ട് എന്ന പ്രിന്റ്. അതായത് ഇഫ് ഈ ഒന്നാമത് പ്രിന്റ് ചെയ്യിപ്പിക്കേണ്ടത് എന്താ? ഇഫ് ബാലൻസ് ഈസ് ഈക്വൽ ടു 0, അതായത് ബാലൻസ് 0 അല്ല എങ്കിൽ, ബാലൻസ് നോട്ട് ഈസ് ഈക്വൽ ടു, ഇഫ് ബാലൻസ് നോട്ട് ഈസ് ഈക്വൽ ടു 0 ഇത് പ്രിന്റ് ചെയ്യിപ്പിക്കണം. ഇല്ല എങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യിപ്പിക്കണം? എൽസ്. അതായത് 0 അല്ല, വാല്യൂ ഉണ്ടെങ്കിൽ ഇത്
അല്ലാണ്ടാണെങ്കിൽ ഇത്. ഇനി ഇതിന് കുറേ ഇഷ്യൂസ് ഉണ്ടല്ലോ. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ലോജിക്ക് മാത്രമേ ചെയ്തത്. ഇനി നമ്മൾ എങ്ങനെ കറക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ, അപ്പോൾ നമുക്ക് ഓൾറെഡി ബാലൻസ് എന്ന് പറയുന്നത് എന്താ, ഓൾറെഡി നമുക്കൊരു ബാലൻസ് 2 ലൈനാണ് അല്ലേ. അതായത് ഇവിടെ ഫസ്റ്റ് ഒറ്റ ലൈനായിട്ടല്ല, ഫസ്റ്റ് 2 ലൈനാണ്. ബാലൻസും ഉണ്ട്, അതുപോലെ എന്നും ഉണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യണത്, മാപ്പ് ഇൻറ്റ് ഇൻപുട്ട് ഡോട്ട് സ്പ്ലിറ്റ്. അപ്പം ഇൻപുട്ട് ഡോട്ട് സ്പ്ലിറ്റ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ബാലൻസിലേക്കും അതുപോലെ എന്നിലേക്കും വാല്യൂസ് വരും. ബാലൻസിലേക്കും എന്നിലേക്കും ഫോർ I in range n. ഓക്കെ, ബാലൻസ് 15 ബാലൻസ് ഉണ്ട്, 6 15 ബാലൻസിനുണ്ട്. 6 എന്ന് പറയുന്നത് ലൂപ്പ് ചെയ്യേണ്ടത് 6 പ്രാവശ്യം ലൂപ്പ് ചെയ്യണം. അപ്പം 6 പ്രാവശ്യം ലൂപ്പ് ചെയ്യണം. ഓക്കെ സോ ഇനി ഇതിൽ അടുത്ത എറർ, ഇപ്പം നമ്മൾ ഫസ്റ്റ് ലൈൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ ഇതെന്താ റൺ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് നമുക്ക് ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ചെയ്യാം. അതായത് ഇഫ് ബാലൻസ് എന്ന് പറയുന്നത് 0 ആണെങ്കിൽ സോ ഇതിൽ ഞാൻ റൺ ചെയ്യിപ്പിക്കാണ്. ഓക്കെ, ഇതിൽ എല്ലാത്തിലും എൻജോയ് യുവർ ഡെസേർട്ട് എന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് അവസാനം എന്താ വരേണ്ടത്, സോറി. ഓക്കെ, അപ്പം ഇതെന്തുകൊണ്ടാണ് ചെയ്യുന്നത്, അതായത് നമ്മുടെ കോഡ് പ്രിന്റ് ചെയ്യും, സോറി വി ആർ ഔട്ട് ഈവൻ വെൻ ഓൾ ദ പേസ്ട്രീസ് ആർ ഗോൺ. സോ യു ഷുഡ് പ്രിന്റ്. അതെന്താ ചെയ്യേണ്ടത്, അപ്പം ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അപ്പം ബാലൻസ് 0 ആകുമ്പോൾ, അതായത് ഇഫ് നമ്മുടെ ബാലൻസ് 0 ആകുമ്പോൾ പ്രിന്റ് സോറി വി ആർ ഔട്ട്, എൽസ് print enjoy your dessert. ഇനി ഞാൻ ഒരു ലൈൻ കൂടി ചേർക്കാം, എന്നിട്ട് ഐ വിൽ എക്സ്പ്ലെയിൻ ദാറ്റ്. ബാലൻസ് to okay,
സോ രണ്ട് ലൈനാണ് തന്നിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ടു നമ്പേഴ്സ് n representing the number of pastries that you have at the beginning. So n representing the number of pastries. So 15 is the number of pastries, അതായത് ബാലൻസ് ഉള്ളത്. ആൻഡ് നമുക്ക് ആ ഒരു വാല്യൂ തന്നെ അപ്പോൾ കുറച്ചും കൂടി മനസ്സിലാകും. അതായത് n representing the number of pastries and q representing the number of q. അതിൽ ഫോർ i in range q എത്ര പേരെയാണ് ലൂപ്പ് ചെയ്യിപ്പിക്കേണ്ടത്? q വരെ. ആൻഡ് പേസ്ട്രീസ് എന്ന് പറയുന്നത് എന്താ? പേസ്ട്രീസ് എന്ന് പറയുന്നത് ഓരോ ലൈനിൽ, അപ്പം എനിക്കിവിടെയാണ് എറർ പറ്റിയത്. ഓരോ ലൈനിൽ ഇതായിരിക്കണം പേസ്ട്രീസിൽ വാങ്ങേണ്ടത്. ആൻഡ് പേസ്ട്രീസ് വാങ്ങേണ്ടത്. ആൻഡ് ഇത് ഈ ബാലൻസ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഇവിടെയാണോ എന്ന് നോക്കണം. അല്ല, ബാലൻസ് അപ്ഡേറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് എന്ത് ചെയ്തത്, മാറിപ്പോയത്. ചെക്ക് ചെയ്യുന്നു. ഓൾറെഡി നമുക്കൊരു ബാലൻസ് എന്നുള്ളത്, അതായത് ഓൾറെഡി നമുക്കുള്ള പേസ്ട്രീസിന്റെ എണ്ണം 0 ആണെങ്കിൽ എന്ത് ചെയ്യുക, എൽസ് എന്ത് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ 0 ആണെങ്കിൽ സോറി എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യിപ്പിക്കുക. ഓക്കെ, അപ്പോൾ വേറെ ഒന്നും ചെയ്യണ്ട. എൽസ് എൻജോയ് യുവർ ഡെസേർട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാലൻസ്, അതായത് നമ്മുടെ പേസ്ട്രീസിൽ നിന്നും ആൾക്ക് വേണ്ട പോർഷൻസ് എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണ്ടേ. ഓക്കെ, let me check this. Still there is an error. Why that? N is equal to dot n minus p. അതായത് n എന്ന് പറയുന്ന നമ്പർ ഓഫ് പേസ്ട്രീസ് ആണ്. q എന്ന് പറയുന്നത് എത്ര ലൂപ്പിലേക്ക് പോകണം. അതിനുശേഷം p എന്ന് പറയുന്നത് എത്ര പേസ്ട്രീസ് ആണ് വേണ്ടത്. അപ്പം n is equal to 0 ഇത്. ഓക്കെ, q മാപ്പ് ചെയ്യുന്നു. നമ്മൾ ഇൻപുട്ട് ആൻഡ് ഇറ്റിംഗ് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഫോർ i in range q ഓരോ വട്ടം പോകുന്നു. p എന്ന് പറയുന്നത് ഓരോ എത്ര പേസ്ട്രീസ് ആണ് വേണ്ടത്. ഇഫ് നമ്മുടെ നമ്പർ ഓഫ് പേസ്ട്രീസ് 0 ആണെങ്കിൽ പ്രിന്റ് ചെയ്യുന്നു ഔട്ട്. എൽസ് ആണെങ്കിൽ നമ്മൾ പ്രിന്റ് ചെയ്യുന്നു എൻജോയ് യുവർ ഡെസേർട്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നു, അല്ലെ, പേസ്ട്രീസ് അപ്ഡേറ്റ് ചെയ്യുന്നു. Okay, still there is an error. Let me think. Yeah, it's wrong answer, bro. Okay. ഓക്കെ, ഞാൻ അതിന് ജസ്റ്റ് ഒന്ന് നോക്കാണ്. n എന്ന് പറയുന്നത് 15,
Q എന്ന് പറയുന്നത് 6. ഓക്കെ, ആൻഡ് ഫോർ I in range Q 6 പ്രാവശ്യം ഇത് ലൂപ്പ് ചെയ്യണം. ഫോർ I in range Q 6 പ്രാവശ്യം ചെയ്യണം. ഫസ്റ്റ് ലൂപ്പ് വരുമ്പോൾ P എന്ന് പറയുന്നത് 3 ആയിട്ട് കിട്ടി. ഇഫ് n ഇപ്പം ഓൾറെഡി നമുക്കുണ്ട്, നമ്മുടെ n എന്ന് പറയുന്നത് 15. ഇഫ് n 0 അല്ല എങ്കിൽ ഇത് പ്രിന്റ് ചെയ്യണം. ഇഫ് അല്ല, അപ്പം എൽസിലേക്ക് പോകും. എൽസ് എന്ന് പറയുന്നത് പ്രിന്റ് എൻജോയ് യുവർ ഡെസേർട്ട് പ്രിന്റ് ചെയ്യണം. ആൻഡ് n എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഇയാളാണ് n എന്ന് പറഞ്ഞാൽ, ഇപ്പോഴത്തെ n എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഓൾറെഡി ഉള്ള n മൈനസ് പി. ഞാൻ ജസ്റ്റ് ഈ n ഒന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കാം കേട്ടോ. പ്രിന്റ് നമുക്കിപ്പം എവിടെയാണ് ഇറർ വന്നതെന്ന് അറിയാം. n ഒന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കണം. സോ എൻജോയ് യുവർ ഡെസേർട്ട്, പിന്നെ 10 ഉണ്ട്, പിന്നെ 3 ഉണ്ട്, പിന്നെ -1 ആണ് ഉള്ളത്. ഓക്കെ, ഇവിടെ പ്രശ്നം വന്നത് ഇവിടെയാണ്. ഓക്കെ, സോ ഇവിടെയാണ് നമ്മുടെ ഇഷ്യൂ വന്നത് അല്ലേ. ഓക്കെ, അപ്പം പ്രിന്റ് ചെയ്യിക്കുന്നില്ല എന്നതാണ് നമ്മുടെ ഇഷ്യൂ. അതായത് -0 അതായത് ഇഷ്യൂ എന്ന് പറയുന്നത് വി ആർ പ്രിന്റിംഗ് ദ നമ്പർ ഓഫ് പേസ്ട്രീസ് ആഫ്റ്റർ സേവിങ് വിച്ച് ഇറ്റ് നീഡഡ് ഓൾസോ. ഓക്കെ, 0 അല്ല. ഓക്കെ, ഇഫ് നമുക്ക് ഈക്വൽ ടുവിന് പകരം ഓക്കെ, അവിടെ മനസ്സിലായില്ലേ. അതായത് 0 മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പം 0 കൂടുതലോ അങ്ങനെയൊന്നുമില്ല. ഓക്കെ, സോ ഐ എം ഡൂയിങ് ദാറ്റ്. ഇഫ് n വലുതെങ്കിൽ, അതായത് 0 വലുതെങ്കിൽ ഇത് പ്രിന്റ് ചെയ്യട്ടെ. അതായത് ഓക്കെ, ഐ എം കട്ടിങ്. അതായത് 0 വലുത്, അതായത് ഏതെങ്കിലും പോസിറ്റീവ് നമ്പർ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വാല്യൂ ഉണ്ട്. ഓക്കെ, അതാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, എൻജോയ് യുവർ ഡെസേർട്ട്. എൽസ് ഓക്കെ, 0 ഗ്രേറ്റ് ആണെങ്കിൽ പ്രിന്റ് യുവർ ഡെസേർട്ട്, അല്ല എങ്കിൽ എന്താ, സോറി, ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, നൗ ഇറ്റ്സ് പ്രിന്റിങ് പെർഫെക്റ്റ്ലി. ഇനി ഞാൻ നോക്കാം. അപ്പം ഈക്വൽ ടു വന്നപ്പോഴാണ് അപ്പം നമ്മൾ ഈക്വൽ ആണോ നോക്കി. അപ്പം മറ്റേത് ഈക്വൽ അല്ലാത്ത ഈക്വൽ ആണെങ്കിൽ മാത്രം ഇത് അതായത് നമ്മൾ സോറി വി ആർ ഔട്ട് എന്നുള്ളത് ഈ 0 ആണെങ്കിൽ മാത്രം. അപ്പം 0 വരാത്ത കണ്ടീഷൻസ് ഉണ്ട് അല്ലേ. അതായത് മൈനസ് ആയി പോവാന്ന് പറഞ്ഞാലും ഒന്നുമില്ല എന്നായിരുന്നു. ഓക്കെ, മനസ്സിലായി. അതായത് എല്ലാം ഔട്ടായി തീർന്നു. സോറി, മൈ ത്രോട്ട് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണെങ്കിൽ നമ്മൾ മുന്നേ ചെയ്യുന്നത് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് 0 ആണെങ്കിൽ അതൊരു തെറ്റായ കണ്ടീഷൻസ്. അതായത് പേസ്ട്രീസ് എല്ലാം തീർന്നു 0 ആവുന്ന ഒരു കണ്ടീഷൻസ് വരും. എപ്പോഴായിരിക്കും, ഇപ്പം 15 മൈനസ് നമ്മൾ 15 പേസ്ട്രീസും കൊടുത്തു, അപ്പം കണ്ടീഷൻ വന്നു. പക്ഷെ 17 പേസ്ട്രീസ് ആണ് വേണ്ടത്. അപ്പം ഇവിടെ ഒരു -2 വരും. ഇതെന്ന് പറയുന്നത് 0 ചെറുതാണ്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒറിജിനലി അവിടെ കൊടുക്കാൻ പേസ്ട്രീസ് ഇല്ല. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രിന്റ് ചെയ്യേണ്ടത്. സോറി, താങ്ക് യു.